വാർത്തകളിലേക്ക് വിശദമായി തന്നെ കടക്കാം. സംസ്ഥാനത്ത് ഇനിയുള്ള ദിവസങ്ങളിലും ഇരുട്ട് തുടരും. പ്രതിസന്ധി തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. ജലസംഭരണികളിലെ ശേഷി കുറഞ്ഞതും ഉപഭോഗം വർദ്ധിച്ചതുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിക്കാനാണ് KSEBയുടെ നീക്കം. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് 200 മെഗാവാട്ട് വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ ബോർഡ് അനുമതി നൽകി. പോരാട്ടം കടലിൽ നടത്തിയ വലിയ പോരാട്ടം പരാജയപ്പെട്ടെങ്കിലും വീരോചിതമായ ഇത് കേരളത്തിൽ ഇനി തുടർക്കഥയാകുമെന്നാണ് വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏത് നിമിഷവും കറണ്ട് പോകാം. നിലവിലെ പ്രതിസന്ധി എത്ര നാൾ തുടരുമെന്ന് പറയാൻ കഴിയില്ലെന്നാണ് മന്ത്രി സണ്ണി ജോസഫിന്റെ പ്രതികരണം. കഴിഞ്ഞ വർഷം നമുക്ക് ആവശ്യമായിരുന്നത് 3500 മുതൽ 3600 വരെ മെഗാവാട്ട് വൈദ്യുതി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 1000-ലധികം മെഗാവാട്ട് 4600 മുതൽ 4700 വരെ മെഗാവാട്ടായിട്ട് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വർധന വന്നിട്ടുണ്ട്. എന്നാൽ ഉൽപ്പാദനം കഴിഞ്ഞ വർഷം 45 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം 17-18 ദശലക്ഷം യൂണിറ്റ് ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപ്പാദനത്തിലെ വലിയ കുറവ്, ഉപഭോഗത്തിലെ വലിയ വർധനവ്, ഇതാണ് പ്രതിസന്ധിയുടെ കാരണം. വൈകിട്ട് 7 മണി മുതൽ 12 മണി വരെയുള്ള സമയങ്ങളിൽ 200 മെഗാവാട്ട് മുതൽ 400 മെഗാവാട്ട് വരെയാണ് സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം. എന്നാൽ കാലവർഷം പ്രതീക്ഷിച്ച രീതിയിൽ ലഭിക്കാത്തതും അന്തരീക്ഷത്തിലെ താപനില ഉയർന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. മുൻപ് കരാറടിസ്ഥാനത്തിൽ വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടതും KSEBയ്ക്ക് അധിക ബാധ്യതയായി. ഇതോടെയാണ് സംസ്ഥാനത്ത് ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KSEB തീരുമാനിച്ചത്. പ്രതിസന്ധി മറികടക്കാൻ ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിക്കാനാണ് KSEBയുടെ നീക്കം. ഇതിന്റെ ഭാഗമായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷനിലൂടെ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ തീരുമാനമായി. 25 വർഷത്തേക്കാണ് സോളാർ എനർജി കോർപ്പറേഷനുമായുള്ള കരാർ. ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് KSEB വൈദ്യുതി വാങ്ങുന്നത്. ഒരു യൂണിറ്റ് വൈദ്യുതി 2.95 രൂപ നിരക്കിൽ ലഭ്യമാകും. വെൽസ്പൺ റിന്യൂവബിൾ എനർജിയിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതി 7 പൈസ ട്രേഡിംഗ് മാർജിൻ ഉൾപ്പെടെയാണ് KSEBയ്ക്ക് ലഭിക്കുക. നിഷ്കർഷിക്കുന്ന സമയത്ത് വൈദ്യുതി ലഭ്യമാക്കിയില്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് കരാർ നിരക്കിന്റെ 1.5 ഇരട്ടി തുക പിഴ ഈടാക്കും. ഇന്നലെ ചേർന്ന ഹിയറിംഗിലാണ് റെഗുലേറ്ററി കമ്മീഷൻ KSEBയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള അനുമതി നൽകിയത്. സംസ്ഥാനത്ത് ഉൽപാദനത്തേക്കാൾ ഉപഭോഗമാണ് കൂടുതൽ. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ഹ്രസ്വകാല കരാറുകൾ പ്രകാരം ലഭിക്കാനുള്ള വൈദ്യുതി ലഭിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. റിന്യൂവബിൾ എനർജി കൂടി കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ നിലവിലെ പ്രതിസന്ധികൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.